ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമർ ഡ്യൂഡ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന സീരീസാണ് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ, അതും ജാവ എഡിഷൻ. സത്യം പറഞ്ഞാൽ എൻ്റെ ലോഞ്ചർ മൊത്തം അടിച്ചു പോയിരിക്കുകയായിരുന്നു. എൻ്റെ ഉണ്ടായിരുന്ന 2 ലോഞ്ചറും വർക്ക് ആവണില്ല. ഈ ഒരു വർഷം കളിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ലോഞ്ചർ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചതല്ല, വേറെ ആരൊക്കെ കണ്ടുപിടിച്ചതാണ്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് മോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സെറ്റാണ്. അതുകൊണ്ട് ഇത്ര കുറച്ച് മോഡുകൾ മാത്രമേ ഉള്ളത് ഇതിൽ. പക്ഷേ 114 മോഡ്സ് നോക്കി ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിതൊരു ഹാർഡ് കോർ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഹാർഡ് കോറിൻ്റെ പേര് നമ്മൾ എന്ത് കൊടുക്കും? ഹാർഡ് കോറിന് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല പേരല്ലേ, ചാവാതെ കളിക്കാം. ഓക്കെ, ഇത് ഹാർഡാക്കി, ഇത് ഹാർഡ് കോറാക്കി. ഇനി നമ്മൾ വേൾഡ് സീഡ്, കസ്റ്റം സീഡ് കൊടുക്കണോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുക, അതായിരിക്കും നല്ലത്. നമുക്ക് തലയിൽ വരുന്ന നമ്പറൊക്കെ എടുത്ത് അങ്ങോട്ട് അടിക്കാം. സീഡ് അടിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ജനറേഷൻ കിട്ടുന്നു. വല്ലാത്തൊരു ഇതായിപ്പോയി. ഫുള്ള് സ്നോ ആണ് ഗൈസ്. നമുക്ക് ഈ ഒരു വെർഷനിൽ ഹാപ്പി കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവരാൻ പറ്റും. ഹാപ്പി കാസ്റ്റിനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്നോ ബോൾ വേണം. അത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഹാപ്പി കാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളപ്പോൾ റിച്ചായി പോകും. പക്ഷേ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാപ്പി കാസ്റ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെതർ കയറണം എന്നുണ്ടെങ്കിൽ നെതർ പോർട്ടൽ വേണം. നെതർ പോർട്ടൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാവ കണ്ടുപിടിക്കണം. ഞാൻ എന്തൊക്കെയോ പറയുന്നു ഗൈസ്, നിങ്ങളൊന്ന് കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടന്റിലോട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ആണ്. അപ്പോൾ ഹാർഡ് കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒപ്പിക്കേണ്ട കാര്യമാണ് ഈ കാണുന്ന ബെഡ്. അപ്പോൾ നമ്മൾ ഈ ബെഡ് റീസ്പോൺ സെറ്റ് ചെയ്യാനല്ല, പൊട്ടിച്ചുകൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് വന്നത്, മറന്നുപോയതാ. ഓക്കെ, ആ ബെഡ് തൊട്ട് ചെയ്തിലൊക്കെയിട്ടുണ്ട്. ഇനികൊണ്ട് ഇവിടെ ഒരു വൈറ്റ് ബെഡ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഒരു ബെഡ് മതി. എൻ്റെ എന്തെങ്കിലും ലൂട്ടാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ അതുകൊണ്ട് 2 ഫർണസ് ഉണ്ട്, നമുക്കത് പൊട്ടിച്ച് കൊണ്ടുപോകണം. നമുക്ക് വേണ്ട, അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, അത് നല്ലത്. അതുകൊണ്ട് ഇവിടെ കൊണ്ടൊരു ബിൽഡ്, ഇവിടെ ഒരു കേവിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കണ്. വാവ്. അതുകൊണ്ടൊരു ക്രീപ്പർ അവിടെ ഒരു സോംബി. വാവ്, നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവാമല്ലോ, നല്ല പണി കിട്ടും. ഈ വില്ലേജറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. മിക്കവാറും അതൊരു സോംബി വില്ലേജർ താമസിക്കുന്ന വീടായിരിക്കണം. ഹായ് മണി. അതുകൊണ്ട് നമുക്ക് അടിക്കാം. ഓക്കെ, ഒരടി അടിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ചെസ്റ്റ് ഉണ്ട്, ഇതിൽ കുറച്ച് പൊട്ടാറ്റോവും ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങോട്ട് പുറക്കാം. ഒരു ഫർണസ് ഉണ്ടല്ലേ, അത് എടുത്ത് കയ്യിൽ വെക്കണം. അതും കൂടി എടുത്ത് കയ്യിൽ വെക്കാം. അപ്പോൾ ഒരു ഫർണസ് ആയിട്ടുണ്ട്. റെഡ് ബെഡ് നമുക്ക് കൊണ്ടുപോകാം അല്ലേ? ഒരു കാര്യം കേട്ടോ, വൈറ്റ് ഇവിടെ വെച്ചിട്ട് റെഡ് നമുക്ക് എടുക്കാം. സോറി ബ്രോ, ഞാനല്ല എടുത്തത്. നമുക്ക് നൈസായിട്ട് കൊടുത്ത് വിടാം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് പൊട്ടാറ്റോയും ബ്രെഡും ഒക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതും കൂടി എടുക്കാം. പിന്നെ കുറച്ച് കോളുണ്ട് കേട്ടോ, കോളുണ്ട്. പിന്നെ മറ്റേ സ്നോ ബ്ലോക്കും ഉണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, ഒരു കുട്ടി വില്ലേജറിൻ്റെ വീടാണ്. അതുകൊണ്ട് ഇനി ഇവിടെയുണ്ട് ഇതേപോലെ തന്നെ. ഗൈസ്, നമുക്ക് ഈ നീലോട്ട് എടുത്താലോ? റെഡ് ഇവിടെ വയ്ക്കാം, നീല എടുക്കാം. അവിടെ തന്നെയാണ് രണ്ട് കളർ ആയിക്കോട്ടെ, ഒരു കളർഫുൾ ആയിക്കോട്ടെ അവിടെ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇവൻ എന്തോ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് അത് മതി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയും ഉണ്ടല്ലോ, ദൈവമേ, ഇനി വേറെ കളറിലും ബെഡ് ഉണ്ടോ? ഇനി ഞാൻ ബെഡ് മാറ്റൂല, കാരണം എനിക്ക് നീല ബെഡ് മതി. ഓക്കെ, ഇനി നമുക്ക് ബെഡ് വേറെ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ അടിച്ചു മാറ്റിയത് മതി. ഇതിൻ്റെ അകത്തോട്ട് കയറണം എന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണം. വാവും. ഹായ് ബ്രോ, ഇതിൻ്റെ അകത്തും കുറച്ച് പൊട്ടാറ്റവും കാര്യങ്ങളുണ്ട്. നമുക്കിത് മൊത്തത്തിലൊന്ന് ലൂട്ടട്ടെ. ഞാൻ ഫസ്റ്റ് ഒരു ക്ലിക്കിന് 2 പിക്കാക്സൊക്കെ വന്നു. അതുകൊണ്ട് ഇവിടെ കുറച്ച് അയൺ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് സ്റ്റോണേജ് ആയിക്കോട്ടെ. ഞാൻ എത്ര നേരമായിട്ട് ഒരു സ്റ്റോൺ പോലും പൊട്ടിച്ചിട്ടില്ല. നൈസായിട്ടൊന്ന് സ്റ്റോണേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റോണിൻ്റെ പിക്കാക്സും ആക്സും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അയണൊന്ന് പൊട്ടിച്ചെടുക്കണം. അവിടെ നിന്നിട്ട് അത് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ സോഡ് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവുമോ എന്നറിയില്ല. ഓക്കെ, നമുക്കത് ഏതെങ്കിലും വഴിയെ സെറ്റാക്കാം. ഇവിടെ കുറച്ച് കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നൈസായിട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ച് നമുക്ക്, അയ്യോ, സ്റ്റിക്ക് ഉണ്ടാക്കാൻ മറന്നിട്ടോ. വെരി ഗുഡ്, സ്റ്റിക്ക് ഉണ്ടാക്കാൻ മറന്നു. സ്റ്റിക്ക് മറ്റേ ഇത് 2 പിക്കാക്സ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് മൊത്തം പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് കൊണ്ടൊരു ആക്സും പിക്കാക്സും ഒക്കെ ഉണ്ടാക്കാം. കോപ്പ് ഇതാണ് ഇതിൻ്റെ ഇത്. മിക്സ് അല്ല, മിസ്ക്ലിക്ക് ചെയ്യും ഞാൻ ഇടയ്ക്ക്. അതുകൊണ്ടൊരു ആക്സ്, പിന്നെ നമുക്കൊരു ഇതും കൂടിയും കടന്നോട്ടല്ലേ. ഓക്കെ, ഇനിയൊരു ഷവല്.
ഓക്കെ സെറ്റ്. ഇനി നമുക്ക് സോഡ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് സോഡിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നീ കയറി വരാൻ നോക്കണ്ട, ഞാൻ സമ്മതിക്കൂല. എന്നിട്ടൊരു ക്രീപ്പർ വരുന്നു. ഓ നൈസ്, നൈറ്റായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നൈറ്റാണ്. നമുക്ക് നൈസായിട്ട് ഇവിടെ കയറി കിടക്കാം. നമ്മൾ പുറത്ത് കിടന്ന് റിസ്ക് എടുക്കണ്ട. ഇനി വല്ല ക്രീപ്പറോ സോംബിയോ സ്കെൽറ്റനോ ആരെങ്കിലും വന്ന് അടിക്കണേനേക്കാൾ നല്ലതല്ല ഇതിൻ്റെ അകത്ത് കയറി കിടക്കണത്. ഓക്കെ, അപ്പോൾ നമ്മളിതുകൊണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ട് ഇവിടെ കേവ് ഉണ്ട്. നമ്മൾ വെറുതെ എന്താ റിസ്ക് എടുത്ത് ഇപ്പം തന്നെ കേവിലോട്ടും ഒന്നും ഇറങ്ങി പോകണ്ട. നമുക്ക് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ബേസ് തട്ടിക്കൂട്ടാൻ പറ്റുമോ നോക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാനൊരു വീട് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഇവിടെ വലിയൊരു കേവൊക്കെ കാണുന്നുണ്ട് കേട്ടോ അടിയൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ, വല്ല അയണോ കാര്യങ്ങളോ അവിടെ എടുത്തെവിടെയെങ്കിലും കണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കങ്ങനെ കാണാനും പറ്റില്ല. പിന്നെ നമ്മളതിൽ മറ്റേ സൂം ചെയ്യണ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ. എന്താ അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു മോഡ് നമുക്ക് സെറ്റാക്കണം. എന്താ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മോഡ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു നമുക്കൊരു FPS ബൂസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡ് മാത്രമേ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി മോഡ്സ് മൊത്തം ഞാൻ എടുത്തിട്ടതാണ്. ഇതിൻ്റെ റീപ്ലേ മോഡ് കിടക്കുന്നുണ്ട്, ഫ്രീ ക്യാം മോഡ് കിടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സൂമിഫൈ പറഞ്ഞിട്ടുള്ളൊരു മോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂമിഫൈ കുറച്ച് എന്താ പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമേ ക്രാഷായി പോവും. അപ്പോൾ അതിൻ്റെ ഒരു കൺവേർട്ട് ചെയ്തൊരു വെർഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ആ സാധനം ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തൊരു ഒരു സൂമിൻ്റെ എന്തൊരു സൂം ഉണ്ടായിരുന്നല്ലോ, ആ സാധനം എടുത്ത് നമുക്ക് ഇതിലിടാം. ഞാൻ അത് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് സൂം ചെയ്യാനും കൂടിയും പറ്റും. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മോഡ്സ്, അതായത് നമുക്ക് ഗെയിം പ്ലേ ഒന്നും കൂടിയും ബെറ്റർ ആക്കാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ടിടാനാണ് നോക്കുന്നത്. അല്ലാതെ എന്താ വേറെ മോഡ്സ് അല്ല. കഴിഞ്ഞ നമ്മുടെ ജസ്റ്റ് പ്ലേ സീരീസിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൽ ഫുള്ള് മോഡാണ്. അതിൽ ട്രേഡ് ചെയ്യണ മോഡാണ്. പിന്നെ എന്ത് നോക്കിയാലും അതിൽ മോഡ് കാണാം. അപ്പോൾ അതും ഇതൊന്നുമില്ല. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ സീരീസിൽ പോട്ടെ, നമുക്ക് ഈ സീരീസ് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഇന്നൊരു ബിൽഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വുഡ് ഇല്ലാത്തതാണ്. നമ്മളെന്തായാലും കുറച്ച് നേരം ഒന്ന് ഈ സാധനം വളരുമെന്ന് നിന്ന് നോക്കാം. ചിലപ്പോൾ എങ്ങാനും വർക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാക്ക് എന്തായാലും വുഡ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ബിൽഡ്. അപ്പോൾ ഇത് പറ്റുമോയെന്ന് അറിയില്ല. സ്പ്രൂസ് ഇപ്പോൾ പെട്ടെന്ന് വളരാൻ ചാൻസ് ഇല്ല. ബോണ്ടുകയിലുണ്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കായിരുന്നു. നൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കെൽറ്റനെ തല്ലി കൊന്നാൽ മതി. പക്ഷേ നമ്മൾ ഹാർഡ് കോർ ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം നിന്ന് നോക്കാം. ഏതായാലും ഞാൻ എന്തായാലും ബിൽഡ് ചെയ്യണേ ജസ്റ്റ് ഒരു റീപ്ലേ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാം. വർക്കായി ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്തിനാവുന്നൊന്നും അറിയൂല. റീപ്ലേ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വർക്കായെങ്കിലും നമ്മുടെ ബിൽഡ് കറക്റ്റായി വരാത്തതുകൊണ്ട്, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വരാത്തതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാനിതായാലും അടുത്ത എപ്പിസോഡിൽ അത് എന്താ റീബിൽഡ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ബിൽഡ് കാണിച്ചു തരാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബിൽഡൊക്കെ തൽക്കാലം ഞാനൊരു തട്ടിക്കൂട്ടി ഒരു ബേസ് പണിഞ്ഞതാണ്. അപ്പോൾ തട്ടിക്കൂട്ടി പണിയുമ്പോൾ കുറച്ച് അന്തസ്സായിട്ട് പണിയണ്ടേ. അപ്പോൾ അതേതായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ സെറ്റാക്കാം. അപ്പോൾ നിങ്ങളേതായാലും ഇപ്പോൾ പോയിട്ട് അടുത്ത എപ്പിസോഡാകുമ്പോൾ വാ.